ഹലോ, നമുക്കിന്ന് അമൃതം പൊടി കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ആയാലോ? അതിന് വേണ്ടിയിട്ട് കുറച്ച് അമൃതം പൊടിയും അതിലേക്ക് ഒരു ശർക്കര ചീകിയിട്ടുണ്ട് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം മതിയാവും കേട്ടോ, കാരണം നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും അമൃതം പൊടി ആയതുകൊണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2 നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് തേങ്ങയും മധുരത്തിന് വേണ്ടിയിട്ട് ഒരല്പം ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചത് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു വാഴേൻ്റെ ഇലയിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ തടവിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ അടിപൊളി അമൃതം പൊടി കൊണ്ടുള്ള അട റെഡിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടത്. നല്ല സോഫ്റ്റ് ആയിരിക്കും, പിന്നെ ഉള്ളിൽ പഴവും മധുരമൊക്കെ വരുന്നത് കൊണ്ട് അവർക്ക് കഴിക്കാനും ഇഷ്ടം ഉണ്ടാവും കേട്ടോ.